നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ സിങ്ക്രോണസ് സ്ട്രീം സൈഫേഴ്സ് എന്താണെന്നും വിഷ്നിയർ സൈഫറിനെ ഒരു സ്ട്രീം സൈഫറായിട്ട് എങ്ങനെ റീഫോർമുലേറ്റ് ചെയ്യാമെന്നും പഠിച്ചിരുന്നു. ഇനി നമുക്ക് മറ്റൊരു മെത്തേഡ് യൂസ് ചെയ്ത് സിങ്ക്രോണസ് കീ സ്ട്രീം ജനറേറ്റ് ചെയ്യാം. ബൈനറി ആൽഫബറ്റ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആദ്യം ഒരു ബൈനറി എം ടപ്പിൾ, ഓർഡേർഡ് എം ടപ്പിൾ, K1, K2 എക്സെട്ര Kmൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെറ്റ് സെഡ് ഐ ഈക്വൽ ടു Ki for 1 less than or equal to I less than or equal to M. പ്രീവിയസ് കേസിലുള്ളതുപോലെ തന്നെ ദെൻ കീ സ്ട്രീം താഴെ പറയുന്ന ഒരു mth ഡിഗ്രി ലീനിയർ റെക്കറൻസ് ഫോർമുല യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നു. സെഡ് ഐ പ്ലസ് എം ഈക്വൽ ടു സമ്മേഷൻ ഓവർ ജെ ഈക്വൽ ടു 0 to m minus 1 Cj into സെഡ് ഐ പ്ലസ് ജെ mod 2 for all I greater than or equal to 1 where C0, C1, etc. Cm minus 1 belongs to Z2 are specified constants. ഈ സ്ട്രീം സൈഫർ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം രണ്ട് എം ടപ്പിൾസ് ചൂസ് ചെയ്യണം. ഒരെണ്ണം ഓർഡേർഡ് എം ടപ്പിൾ K1, K2 എക്സെട്ര Km, അനദർ വൺ ഓർഡേർഡ് എം ടപ്പിൾ C0, C1 എക്സെട്ര Cm minus 1. അതിലെ എൻട്രീസ് എല്ലാം Z2ലെ മെമ്പേഴ്സ് ആണ്, അതായത് 0 or 1. സോ ആദ്യം രണ്ട് എം ടപ്പിൾസ് ഫിക്സ് ചെയ്യുന്നു. ഇനിയാണ് കീ സ്ട്രീം ജനറേറ്റ് ചെയ്യുന്നത്. ഐയുടെ വാല്യൂ 1നും എമ്മിനും ഇടയിലാണെങ്കിൽ പ്രീവിയസ് കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തതുപോലെ സെഡ് ഐ ഈക്വൽ ടു Ki. ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m plus 1 ആണെങ്കിൽ ഒരു mth ഡിഗ്രി ലീനിയർ റെക്കറൻസ് യൂസ് ചെയ്തിട്ടാണ് സെഡ് ഐയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇവിടെ mth ഡിഗ്രി എന്ന് പറയുവാനുള്ള കാരണം സെഡ് ഐ പ്ലസ് എം എന്ന കീ അതിനു തൊട്ട് മുൻപുള്ള m കീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. സെഡ് ഐ പ്ലസ് എം ഈക്വൽ ടു സമ്മേഷൻ ഓവർ ജെ ഈക്വൽ ടു 0 to m minus 1 Cj into സെഡ് ഐ പ്ലസ് ജെ mod 2 for all I greater than or equal to 1. That is Z1 equal to K1, Z2 equal to K2, etc. Zm equal to Km, Zm plus 1 equal to summation over J equal to 0 to m minus 1 Cj into Z1 plus J mod 2. That is Zm plus 1 equal to C0 into Z1 plus C1 into Z2 plus C2 into Z3 plus etc. plus Cm minus 1 into Zm mod 2. Zm plus 2 equal to summation over J equal to 0 to m minus 1 Cj into Z2 plus J mod 2. That is Zm plus 2 equal to C0 into Z2 plus C1 into Z3 plus C2 into Z4 plus etc. plus Cm minus 2 into Zm plus Cm minus 1 into Zm plus 1 mod 2. ഇതുപോലെയാണ് സെഡ് ഐ പ്ലസ് എം ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ Zm plus 1 Z1 മുതൽ Zm വരെയുള്ള ടേംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ Zm plus 2 Z2 മുതൽ Zm plus 1 വരെയുള്ള ടേംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ്, കാരണം സെഡ് ഐ പ്ലസ് എം പ്രീവിയസ് എം ടേംസിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ്. ഇവിടെ Cjസിന്റെ വാല്യൂസ് ഒന്നുകിൽ 0 അതല്ലെങ്കിൽ 1. വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി നമുക്ക് C0 ഈക്വൽ ടു 1 എന്ന് ചൂസ് ചെയ്യാം. C0 0 ആണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ലീനിയർ റെക്കറൻസിന്റെ ഡിഗ്രി അറ്റ്മോസ്റ്റ് m minus 1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ C0 0 ആണെങ്കിൽ Zm plus 1 ഈക്വൽ ടു C1 into Z2 plus C2 into Z3 plus etc. plus Cm minus 1 into Zm mod 2. സോ Zm plus 1ന് മുൻപുള്ള അറ്റ്മോസ്റ്റ് m minus 1 ടേംസിനെ മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ C0ഉം C1ഉം 0, C2 1ഉം ആണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ലീനിയർ റെക്കറൻസിന്റെ ഡിഗ്രി m minus 2 ആണ്. C0 0യും C1 1ഉം ആണെങ്കിൽ ഡിഗ്രി m minus 1. അതാണ് അറ്റ്മോസ്റ്റ് m minus 1 എന്ന് പറഞ്ഞത്. സോ പ്രീവിയസ് m ടേംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ C0ന്റെ വാല്യൂ 1 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് mth ഡിഗ്രി ലീനിയർ റെക്കറൻസ് എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഈ മെത്തേഡ് യൂസ് ചെയ്ത് കീ സ്ട്രീം ജനറേറ്റ് ചെയ്യുമ്പോൾ രണ്ട് എം ടപ്പിൾസ് ചൂസ് ചെയ്യണമെന്ന് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. അതായത് ടോട്ടൽ 2m കോൺസ്റ്റൻസ് ചൂസ് ചെയ്യണം. K1, K2 എക്സെട്ര Km, C0, C1 എക്സെട്ര Cm minus 1 ഇത്രയും വാല്യൂസ് ഫിക്സ് ചെയ്യണം. ഓർഡേർഡ് എം ടപ്പിൾ K1, K2 എക്സെട്ര Km, ഓർഡേർഡ് എം ടപ്പിൾ 0 0 0 എക്സെട്ര 0 ആണെങ്കിൽ കീ സ്ട്രീമിൽ എൻറ്റയർലി സീറോസ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ കേസിൽ പ്ലെയിൻ ടെക്സ്റ്റും സൈഫർ ടെക്സ്റ്റും ഐഡന്റിക്കൽ ആകും എന്നുള്ളതുകൊണ്ട് ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. ഓർഡേർഡ് എം ടപ്പിൾ K1, K2 എക്സെട്ര Kmനെ ഇനീഷ്യലൈസേഷൻ വെക്ടർ എന്ന് വിളിക്കാറുണ്ട്. കോൺസ്റ്റൻസ് C0, C1 എക്സെട്ര Cm minus 1 സ്യൂട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്താൽ ഏതൊരു നോൺ സീറോ ഇനീഷ്യലൈസേഷൻ വെക്ടറിൽ നിന്നും
നമുക്കൊരു പീരിയോഡിക് കീ സ്ട്രീം ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും വിത്ത് പീരീഡ് 2m-1. സോ ഒരു ഷോർട്ട് കീ യൂസ് ചെയ്ത് ലോങ് പീരീഡ് ഉള്ള ഒരു കീ സ്ട്രീം ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. സപ്പോസ് m = 4. ചൂസ് ഓഡേറ്റ് 4 tuple C0, C1, C2, C3 as oddate 4 tuple 1, 1, 0, 0. Then for any initialization vector, oddate m tuple K1, K2, K3, K4. Z1 = K1, Z2 = K2, Z3 = K3, Z4 = K4, and Zi+4 = summation over j = 0 to 3 Cj into Zi+j mod 2 for all I greater than or equal to 1. That is Zi+4 = C0 into Zi plus C1 into Zi+1 plus C2 into Zi+2 plus C3 into Zi+3 mod 2. ഇവിടെ C0 and C1 1ഉം C2 and C3 0ഉം ആയതുകൊണ്ട് Zi+4 = Zi plus Zi+1 mod 2 for all I greater than or equal to 1. ദെൻ ഏത് നോൺ സീറോ ഇനീഷ്യലൈസേഷൻ വെക്ടർ ചൂസ് ചെയ്താലും മുകളിൽ ഡിഫൈൻ ചെയ്ത കീ സ്ട്രീമിന്റെ പീരീഡ് 2⁻⁻1 ദാറ്റ് ഈസ് 15 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സപ്പോസ് ഓഡേറ്റ് 4 tuple K1, K2, K3, K4 = ഓഡേറ്റ് 4 tuple 1, 0, 0, 0. ദെൻ Z1 = 1, Z2 = 0, Z3 = 0, Z4 = 0. Now for all I greater than or equal to 1, Zi+4 = Zi plus Zi+1 mod 2. So Z5 = Z1+4 = Z1 plus Z2 mod 2 which is equal to 1 plus 0 mod 2 which is equal to 1. Z6 = Z2+4 which is equal to Z2 plus Z3 mod 2 which is equal to 0 plus 0 mod 2 which is equal to 0. Z7 = Z3+4 which is equal to Z3 plus Z4 mod 2 which is equal to 0 plus 0 mod 2 which is equal to 0. Z8 = Z4 plus Z5 mod 2 which is equal to 0 plus 1 mod 2 which is equal to 1. Z9 = Z5 plus Z6 mod 2 which is equal to 1 plus 0 mod 2 which is equal to 1. Z10 = Z6 plus Z7 mod 2 which is equal to 0 plus 0 mod 2 which is equal to 0. Z11 = Z7 plus Z8 mod 2 which is equal to 0 plus 1 mod 2 which is equal to 1. Z12 = Z8 plus Z9 mod 2 which is equal to 1 plus 0 mod 2 which is equal to 0. Z13 = Z9 plus Z10 mod 2 which is equal to 1 plus 0 mod 2 which is equal to 1. Z14 = Z10 plus Z11 mod 2 which is equal to 0 plus 1 mod 2 which is equal to 1. Z15 = Z11 plus Z12 mod 2 which is equal to 1 plus 0 mod 2 which is equal to 1. Z16 = Z12 plus Z13 mod 2 which is equal to 0 plus 1 mod 2 which is equal to 1. Z17 = Z13 plus Z14 mod 2 which is equal to 1 plus 1 mod 2 which is equal to 0. Z18 = Z14 plus Z15 mod 2 which is equal to 1 plus 1 mod 2 which is equal to 0. Z19 = Z15 plus Z16 mod 2 which is equal to 1 plus 1 mod 2 which is equal to 0. Z20 = Z16 plus Z17 mod 2 which is equal to 1 plus 0 mod 2 which is equal to 1 and so on. So key stream ഇങ്ങനെയായിരിക്കും 1 0 0 0 1 0 0 1 1 0 1 0 1 1 1 1 0 0 0 1 0 0 1 1 etc. ഇത് അനലൈസ് ചെയ്താൽ നമുക്കറിയാം 15 ടൈംസ് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റേഷൻ ആണെന്ന്. അതായത് ഈ കീ സ്ട്രീമിന്റെ പീരീഡ് 15 ആണ്. വേറെ ഏത് നോൺ സീറോ ഇനീഷ്യലൈസേഷൻ വെക്ടർ ചൂസ് ചെയ്താലും അത് യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന കീ സ്ട്രീം നമുക്ക് നേരത്തെ കിട്ടിയ കീ സ്ട്രീമിന്റെ ഏതെങ്കിലും സൈക്ലിക് പെർമിറ്റേഷൻ ആയിരിക്കും. ഒരു ലീനിയർ ഫീഡ്ബാക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്ത് ഹാർഡ്വെയറിൽ കീ സ്ട്രീം പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കും.
എന്താണ് ഒരു ലീനിയർ ഫീഡ്ബാക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് നോക്കാം. അതിനെ LFSR എന്ന് ഷോർട്ടായിട്ട് വിളിക്കും. M സ്റ്റേജസ് ഉള്ള ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുവാൻ പോകുന്നത്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെ ഇനീഷ്യലൈസ് ചെയ്യുവാൻ M വെക്ടർ, ഓർഡേർഡ് M ടപ്പിൾ, K1, K2 എക്സെട്ര Km യൂസ് ചെയ്യുന്നു. ഓരോ ടൈം യൂണിറ്റിലും താഴെ പറയുന്ന 3 ഓപ്പറേഷൻസ് അറ്റ് എ ടൈം പെർഫോം ചെയ്യുന്നു. ഫസ്റ്റ് വൺ, K1 would be tapped as the next key stream bit. Second one, K2, K3 etc. Km would each be shifted one stage to the left. Third one, the new value of Km would be computed to be summation over j equal to 0 to m minus 1 Cj into Kj plus 1. അതായത് ഓരോ ടൈം യൂണിറ്റിലും K1ന്റെ പൊസിഷനിലുള്ള വാല്യൂ നെക്സ്റ്റ് കീ സ്ട്രീം ബിറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ ആദ്യം K1, K2 എക്സെട്ര Km ഈ പൊസിഷനിൽ നമ്മൾ ചൂസ് ചെയ്ത വെക്ടർ, ഓർഡേർഡ് M ടപ്പിൾ, K1, K2 എക്സെട്ര Kmലെ വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റ് ടൈം യൂണിറ്റിൽ K1 ആദ്യത്തെ കീ സ്ട്രീം ബിറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് Z1 ഈക്വൽ ടു K1. K2 മുതൽ Km വരെയുള്ള വാല്യൂസ് 1 സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. സോ K1ന്റെ പൊസിഷനിൽ K2, K2ന്റെ പൊസിഷനിൽ K3 എക്സെട്ര, Km മൈനസ് 1ന്റെ പൊസിഷനിൽ Km. Kmന്റെ പ്ലേസ് empty ആയിരിക്കും. Kmന്റെ ന്യൂ വാല്യൂ നമ്മൾ ജനറൽ കേസിൽ ഡിഫൈൻ ചെയ്തതുപോലെ ഇവിടെയും ഒരു റെക്കറൻസ് ഫോർമുല യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്നു. ന്യൂ Km ഈക്വൽ ടു summation over j equal to 0 to m minus 1 Cj into Kj plus 1. That is new Km equal to C0 into K1 plus C1 into K2 plus etc plus Cm minus 1 into Km. ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപുള്ള വാല്യൂസ് ആണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. അതായത് 3 ഓപ്പറേഷൻസും അറ്റ് എ ടൈമിലാണ് പെർഫോം ചെയ്യുന്നത്. K1ന്റെ പൊസിഷനിലെ എലമെന്റ് നെക്സ്റ്റ് കീ സ്ട്രീം ബിറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. K2 മുതൽ Km വരെയുള്ള വാല്യൂസ് 1 സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. Kmന്റെ ന്യൂ വാല്യൂ റെക്കറൻസ് ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അറ്റ് എ ടൈമിൽ നടക്കുന്നു. ദെൻ വീണ്ടും ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുന്നു. At a given point of ടൈമിൽ ഷിഫ്റ്റ് രജിസ്റ്റർ Zi, Zi plus 1 എക്സെട്ര Zi plus m minus 1 ഇതുപോലെ m കോൺസിക്യൂട്ടീവ് കീ സ്ട്രീം എലമെന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നു. ആഫ്റ്റർ വൺ ടൈം യൂണിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ കണ്ടെയ്ൻ ചെയ്യുന്ന എലമെന്റ്സ് Zi plus 1, Zi plus 2 എക്സെട്ര Zi plus m. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഈ പ്രൊസീജിയർ മനസ്സിലാക്കാം. നമ്മൾ ഇതിനു മുൻപ് ഡിസ്കസ് ചെയ്ത സെയിം എക്സാമ്പിൾ തന്നെ. m ഈക്വൽ ടു 4, ഓർഡേർഡ് 4 ടപ്പിൾ K1, K2, K3, K4 ഈക്വൽ ടു ഓർഡേർഡ് 4 ടപ്പിൾ 1 0 0 0. അവിടെ നമ്മൾ പീരീഡ് 15 ആയിട്ടുള്ള ഒരു കീ സ്ട്രീം ജനറേറ്റ് ചെയ്തിരുന്നു. അതിങ്ങനെയായിരുന്നു 1 0 0 0 1 0 0 1 എക്സെട്ര. കറസ്പോണ്ടിങ് ഷിഫ്റ്റ് രജിസ്റ്റർ എങ്ങനെയാണെന്ന് നോക്കാം. m ഈക്വൽ ടു 4 ആയതുകൊണ്ട് ഇതിൽ 4 സ്റ്റേജസ് ആണുള്ളത്. K1, K2, K3, K4. നമ്മൾ അവിടെ ഓർഡേർഡ് 4 ടപ്പിൾ C0, C1, C2, C3 ചൂസ് ചെയ്തത് ഓർഡേർഡ് 4 ടപ്പിൾ 1 1 0 0 ആയിരുന്നു. അവിടെ റെഫറൻസ് ഫോർമുല Zi plus 4 ഈക്വൽ ടു Zi plus Zi plus 1 mod 2. ഇവിടെയും ഓർഡേർഡ് 4 ടപ്പിൾ C0, C1, C2, C3 ഈക്വൽ ടു ഓർഡേർഡ് 4 ടപ്പിൾ 1 1 0 0 തന്നെ ചൂസ് ചെയ്യുന്നു. ആദ്യം ഷിഫ്റ്റ് രജിസ്റ്ററിലെ 4 പൊസിഷനിലും ഇനീഷ്യലൈസേഷൻ വെക്ടറിലെ മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് K1 ഈക്വൽ ടു 1, K2 ഈക്വൽ ടു 0, K3 ഈക്വൽ ടു 0 ആൻഡ് K4 ഈക്വൽ ടു 0. ഇവിടെ K4 ആണ് Km. ആദ്യം K1 ഫസ്റ്റ് കീ സ്ട്രീം ബിറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. സോ Z1 ഈക്വൽ ടു K1 ഈക്വൽ ടു 1. K2, K3, K4 ഇവ ഒരു സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ K4ന്റെ പ്ലേസ് empty ആയിരിക്കും. സെയിം ടൈമിൽ ന്യൂ K4ന്റെ വാല്യൂ K1 പ്ലസ് K2 mod 2 എന്ന് സെലക്ട് ചെയ്യുന്നു. കാരണം C0 ആൻഡ് C1 1ഉം C2 ആൻഡ് C3 0യുമാണ് ഇവിടെ. സോ ന്യൂ K4 ഈക്വൽ ടു 1 പ്ലസ് 0 mod 2 which is equal to 1. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ K1, K2, K3, K4 ഈ പൊസിഷനിൽ റെസ്പെക്റ്റീവ്ലി 0 0 0 ആൻഡ് 1 ആയിരിക്കും. ദെൻ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുന്നു. K1 കീ സ്ട്രീം ബിറ്റിലേക്ക് ടാപ്പ് ചെയ്യുക. സോ Z2 ഈക്വൽ ടു 0. ബാക്കിയുള്ളവ ഒരു സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. K4ന്റെ ന്യൂ വാല്യൂ
0 പ്ലസ് 0 മോഡ് 2 ഇസ് ഈക്വൽ ടു 0. സോ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ K1, K2, K3, K4 ഈ പൊസിഷനിൽ റെസ്പെക്റ്റീവ്ലി 0, 0, 1, 0 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ Z3 ഈക്വൽ ടു 0. ബാക്കി മൂന്നും ലെഫ്റ്റിലേക്ക് ഒരു യൂണിറ്റ് മൂവ് ചെയ്യുന്നു. ന്യൂ K4 ഈക്വൽ ടു 0 പ്ലസ് 0 മോഡ് 2 ഇസ് ഈക്വൽ ടു 0. ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ K1 ഈക്വൽ ടു 0, K2 ഈക്വൽ ടു 1, K3 ഈക്വൽ ടു 0 ആൻഡ് K4 ഈക്വൽ ടു 0. ദെൻ ഫോർത്ത് സ്റ്റെപ്പിൽ Z4 ഈക്വൽ ടു 0. ബാക്കി മൂന്നും ലെഫ്റ്റിലേക്ക് ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നു. ന്യൂ K4 ഈക്വൽ ടു 0 പ്ലസ് 1 മോഡ് 2 ഇസ് ഈക്വൽ ടു 1. സോ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞാൽ K1 ഈക്വൽ ടു 1, K2 ഈക്വൽ ടു 0, K3 ഈക്വൽ ടു 0 ആൻഡ് K4 ഈക്വൽ ടു 1. നെക്സ്റ്റ് സ്റ്റെപ്പിൽ Z5 ഈക്വൽ ടു 1, ന്യൂ K4 ഈക്വൽ ടു 1 പ്ലസ് 0 മോഡ് 2 ഇസ് ഈക്വൽ ടു 1. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുക. അപ്പോൾ കീ സ്ട്രീം നമുക്ക് മുൻപ് കിട്ടിയതുപോലെ 1 0 0 0, 1 0 0 1 എക്സെട്ര ഇതുപോലെ കിട്ടും. ഇതാണ് ഒരു ലീനിയർ ഫീഡ്ബാക്ക് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ വർക്കിംഗ്.